നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡിവൈഎഫ്ഐ. സമാനമായ രീതിയിൽ നിരവധി പെൺകുട്ടികളെ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. ഏത് പാതാളത്തിലൊഴിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കേരള പോലീസ് ഉടൻ പിടികൂടുമെന്നും വി കെ സനോജ്. തലശ്ശേരി മാഹി ബൈപ്പാസ് വഴിയിൽ പാറാൽ അണ്ടർപാസിനടുത്ത് സർവീസ് റോഡിൽ കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി. പോലീസും ആരോഗ്യ വിഭാഗവും അന്വേഷണം തുടങ്ങി. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ച് ആചാരലംഘനം നടത്തിയ പിണറായി സർക്കാർ അയ്യപ്പന്റെ സ്വർണം കൊള്ള ചെയ്ത് വിശ്വാസികളുടെ വിശ്വാസം വ്രണപ്പെടുത്തിയെന്ന് KPCC വൈസ് പ്രസിഡന്റ് രമ്യ ഹരിദാസ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കെതിരെയുള്ള ജനവികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും രമ്യ ഹരിദാസ്. തലശ്ശേരി തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവാധ്യാപകരുടെ കൂട്ടായ്മ ലെജൻഡ് ഓഫ് തിരുവങ്ങാടിന്റെ നേതൃത്വത്തിൽ ചിത്രശില്പ പ്രദർശനം ആരംഭിച്ചു. തിരുവങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചലച്ചിത്ര സംവിധായകൻ പ്രദീപ് ചോക്ലി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡിവൈഎഫ്ഐ. രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുറത്തു വന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കണ്ണൂരിൽ പറഞ്ഞു. നിരവധി പെൺകുട്ടികളെയാണ് സമാനമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചിരിക്കുന്നത്. ഏത് പാതാളത്തിലൊളിച്ചാലും മാങ്കൂട്ടത്തിനെ കേരള പോലീസ് പിടികൂടുമെന്നും വി കെ സനോജ് പറഞ്ഞു. അതിജീവിതയുടെ കൂടെയാണോ, ഈ സൈക്കോപാത്ത് ക്രിമിനലിൻ്റെ കൂടെയാണോ എന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കണമെന്നും വി കെ സനോജ് കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് റീൽസ് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒരു കേസായിട്ട് ഇതിനെ കാണേണ്ടതില്ല. കേരളത്തിലെ പോലീസ് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ സൈക്കോപാത്ത് ക്രിമിനൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായിട്ടുള്ള ഷാഫിയും സംഘവും ഉൾപ്പെടെ നിയമത്തിൻ്റെ മുന്നിലേക്ക് വരും എന്ന കാര്യത്തിൽ, വരേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആര് സംരക്ഷിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഇനി രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന പ്രശ്നമില്ല. പിന്നെ ഇവർ കുറേ ആളുകളെ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പരാതി കേരളത്തിലെ ഒരു ടെലിവിഷൻ മാധ്യമമാണ് ജനൻ TV. ആ ജനൻ TVയിലെ ഒരു മേധാവി ഉൾപ്പെടെ ഈ ഇരയെ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾക്കെല്ലാം നിൽക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു എന്നുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ആരാണ് എന്താണെന്നൊക്കെ പിന്നീട് പറയാം. അതുകൊണ്ട് അങ്ങനെ സംരക്ഷിക്കാൻ വരുന്ന ആളുകളൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ആവശ്യമുള്ള പണിക്ക് നിന്നാൽ മതി, വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടാൻ നിൽക്കേണ്ടതില്ല. അതുകൊണ്ട് ഇരയെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിൽപ്പെടുത്തിയിട്ടും സ്വാധീനിച്ചിട്ടും ഇയാളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ കണഞ്ഞ് പരിശ്രമിക്കുന്നു. തലശ്ശേരി മാഹി ബൈപ്പാസ് വഴിയിൽ പാറാൽ അണ്ടർപാസിനടുത്ത് സർവീസ് റോഡിൽ കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി. പ്രദേശത്ത് അസഹ്യമായ ദുർഗന്ധം ഉയർന്നിരിക്കുകയാണ്. പോലീസും ആരോഗ്യ വിഭാഗവും അന്വേഷണം ആരംഭിച്ചു. മാഹി ബൈപ്പാസ് വഴിയിൽ പാറാൽ അണ്ടർപാസിനടുത്തു നിന്നും കല്ലിൽ താഴെയിലേക്ക് നീളുന്ന സർവീസ് റോഡിലാണ് കക്കൂസ് മാലിന്യം തളം കെട്ടിക്കിടക്കുന്നത്. സമീപ പ്രദേശമാകെ ദുസ്സഹമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് സ്ഥലം പരിശോധിച്ച ദേശവാസികളാണ് തൊട്ടടുത്ത് റോഡ് നീളെ മാലിന്യ കാഴ്ച കണ്ടത്. റോഡിലൂടെ കാൽനടയാത്രക്കാരും വാഹനങ്ങളും കടന്നു പോവാൻ പാടുപെടുകയാണ്. ഇതിപ്പോൾ ഇന്ന് രാവിലെയാണ് ഈ കടുത്ത സ്മെല്ല് കാരണം നോക്കുമ്പോൾ കക്കൂസ് മാലിന്യം ഹൈവേൻ്റെ ബൈപ്പാസ് റോഡിൽ തള്ളിയിട്ട് പോയത് അറിഞ്ഞിട്ടുള്ളത്. കുറേ ആൾക്കാർ വഴി പോകുന്ന സ്ഥലമാണ്. അതുപോലെ അംഗൻവാടിയുടെ ഉള്ളിലാണ്. വലിയ പ്രയാസമാണ് നാട്ടിൽ. ഇതിന് കടുത്ത ഒരു ശിക്ഷ കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. അതുപോലെ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും ഈ നാട്ടിലുള്ള നല്ലവരായ ആൾക്കാർ ജാഗ്രതപ്പെടണം എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇതിനു മുന്നേ കുറച്ച് ദിവസം മുമ്പേ ഒരു ചത്ത പശുവിനെ കൊണ്ടുപോയിട്ടിട്ട് നമ്മളെല്ലാം കൂടിയാണ് കുഴിച്ചിട്ടത്. അപ്പോൾ നാട്ടിൽ വലിയൊരു പ്രയാസമായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത്. വെള്ളിയാഴ്ച പുലർച്ചെ ബൈപ്പാസിലൂടെ കടന്നു വന്ന ടാങ്കർ ലോറി ഇവിടെ സർവീസ് റോഡിൽ ഇറങ്ങിയ ശേഷം തൊട്ടടുത്ത ഓവുചാലിലേക്ക് മലിനവെള്ളം ഒഴുക്കിവിടുന്നതിനിടയിൽ ദിശ തെറ്റി റോഡിലെത്തിയതാണെന്നാണ് സൂചന. വിവരമറിഞ്ഞ് ന്യൂമാഹി പോലീസ് മാലിന്യമെത്തിച്ച ടാങ്കർ ലോറിയെ കണ്ടെത്താൻ വ്യാപക അന്വേഷണം ആരംഭിച്ചു. സംഭവസ്ഥലത്ത് CCTV ഇല്ലാത്തതിനാൽ സമീപ സ്ഥലത്തെ ക്യാമറകൾ പരിശോധിക്കുന്നുണ്ട്. ഇവിടുത്തെ അംഗൻവാടിയും വെള്ളിയാഴ്ച പ്രവർത്തിച്ചില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര സ്മെല്ല്. ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല.
പിന്നെ അപ്പോൾ നോക്കിയപ്പോഴാണ് ഇങ്ങനെ സ്മെല്ല് വന്ന ഭാഗം നോക്കിയപ്പോൾ അപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഇതിൽ വിളിച്ചപ്പോൾ ഇങ്ങനെ കക്കൂസ് മാലിന്യം ഞാൻ തള്ളിയതായിട്ട് കണ്ടത്. അപ്പോൾ എവിടുന്നാണ് നോക്കിയപ്പോൾ ഈ ഓടൻ്റെ ഉള്ളിലെ ഇതിലും സ്മെല്ല് വന്നപ്പോൾ അതിൻ്റെ ഭാഗം നോക്കിയപ്പോൾ കുറച്ച് അങ്ങോട്ട് നിന്നാണ്, അതായത് നമ്മളെ സർവീസ് റോഡിലാണ്, ഈ ഓടയിലാണ് ഇത് ഒഴിച്ചതായിട്ട് കാണുന്നത്. വെറും ഒരു പിഴയോടുകൂടി മാത്രം ഇത് നിൽക്കാതെ ഇതിന് എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം മുമ്പിൽ അംഗൻവാടിയുണ്ട്, ചെറിയ കുട്ടികൾ നടത്തുന്ന കുട്ടികളുടെ അംഗൻവാടിയുണ്ട്, പിന്നെ വീടുകൾ തിങ്ങി നിൽക്കുന്ന ഒരു ഏരിയ ആണ്, വാഹനങ്ങൾ പോകുന്ന ഒരു ഏരിയയാണ്. ഒരു ഹൈവേൻ്റെ തൊട്ട് അടുത്ത് തന്നെ ആയിട്ട് പോലും ഇത്രയും ധൈര്യമായിട്ട് ഒരു കക്കൂസ് മാലിന്യം തള്ളുക എന്ന് പറഞ്ഞാൽ അതിന് ശക്തമായി എന്തെങ്കിലും നടപടി സ്വീകരിക്കണം. ശബരിമലയിൽ രഹസ്യമായി യുവതികളെ പ്രവേശിപ്പിച്ച് ആചാരലംഘനം നടത്തിയ പിണറായി സർക്കാർ തന്നെയാണ് അയ്യപ്പൻ്റെ സ്വർണം കൊള്ള ചെയ്ത് വിശ്വാസികളുടെ വിശ്വാസം വ്രണപ്പെടുത്തിയതെന്ന് KPCC വൈസ് പ്രസിഡന്റ് രമ്യ ഹരിദാസ്. ഉന്നത CPM നേതാക്കളുടെ ഒത്താശയിൽ നടത്തിയിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായവർക്ക് പ്രത്യേക ജയിൽ പണിയുക എന്നതാണ് അടുത്ത UDF സർക്കാരിൻ്റെ ദൗത്യമെന്നും അവർ പറഞ്ഞു. മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലെ UDF തെരഞ്ഞെടുപ്പ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമ്യ ഹരിദാസ്. ഉന്നത CPM നേതാക്കളുടെ ഒത്താശയിൽ നടത്തിയ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായവർക്ക് പ്രത്യേക ജയിൽ പണിയുകയെന്നതാവും അടുത്ത UDF സർക്കാരിന്റെ ദൗത്യമെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൈകൾക്കും കാലുകൾക്കും സ്വാധീനക്കുറവുള്ള അംഗവൈകല്യമുള്ളവർക്ക് ഒരു പെൻഷൻ കിട്ടും. അത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 60 വയസ്സ് കഴിഞ്ഞാൽ വാർദ്ധക്യകാല പെൻഷൻ കൂടി വാങ്ങിക്കാൻ മതി. വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ഒരു അമ്മ കുറെ കഴിയുമ്പോൾ ഭർത്താവ് മരിച്ചുപോയി, വിധവാ പെൻഷനും കൂടി വാങ്ങിക്കാമായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. ഈ സർക്കാർ വന്നപ്പോൾ ആദ്യം ചെയ്തത് അങ്ങനെ സുഖിക്കൊന്നും വേണ്ട, 2 പെൻഷനും നിങ്ങൾ വാങ്ങണ്ട, അങ്ങനെ പൈസ ഒന്നും എടുക്കണ്ട, ഒറ്റ പെൻഷൻ മതി എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത സർക്കാരാണ് ഈ സർക്കാർ എന്ന്. അറത്തിൽ സുന്ദരൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ജ്യോതി ജഗദീഷ്, NB താഹിർ, C എറമുള്ളാൻ, CP ഫൈസൽ, NB ചന്ദ്രദാസ്, CM അജിത് കുമാർ, ബീന വട്ടക്കണ്ടി, K ഹമീദ്, AK ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. നിരവധി രാഷ്ട്രീയ നേതാക്കളെ സംഭാവന ചെയ്ത കണ്ണൂർ സർവകലാശാലയുടെ പാലക്കാട് ക്യാമ്പസ് ഇത്തവണ മറ്റൊരു ശ്രദ്ധേയമായ രാഷ്ട്രീയ അരങ്ങേറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഒരേ ക്ലാസ്സിൽ പഠിക്കുകയും ഒരേ മുറിയിൽ ഉറങ്ങുകയും ചെയ്യുന്ന 3 വിദ്യാർത്ഥിനികളാണ് CPM സ്ഥാനാർത്ഥികളായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഒരു റിപ്പോർട്ട്. 3 പേരും മത്സരിക്കുന്നത് 3 വ്യത്യസ്ത ജില്ലകളിലാണെന്നതാണ് ഈ സൗഹൃദ കൂട്ടായ്മ കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ളതാക്കുന്നത്. കണ്ണൂർ സർവകലാശാല പാലയാട് ക്യാമ്പസിലെ MLM പഠിതാക്കളായ അനുപ്രിയ കൃഷ്ണ, ആഷ്റൻ കളക്കാട്ട്, അശ്വതി ദാസ് എന്നിവരാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത്. നിയമബിരുദധാരികളും അഭിഭാഷകരുമായ ഇവർ ഉപരിപഠനത്തിനിടെയാണ് ജനവിധി തേടുന്നത്. കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിലെ 11ാം വാർഡായ ആലക്കോട് ടൗണിൽ മത്സരിക്കുന്നത് അനുപ്രിയ കൃഷ്ണയാണ്. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പ്രവർത്തകയായ അനുപ്രിയ റിട്ടയർഡ് SI MG രാധാകൃഷ്ണന്റെ മകളാണ്. അമ്മ പ്രിയ കലാ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യവും. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട 11ാം വാർഡിൽ ആഷ്റൻ കളക്കാട്ട് ജനവിധി തേടുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം ഉല്ലാസ് കളക്കാട്ടിന്റെയും ഫൗഷത് ബീവിയുടെയും മകളാണ്. SFI മുൻ ഏരിയ സെക്രട്ടറിയും തൃശൂർ ഗവൺമെന്റ് ലോ കോളേജ് ചെയർപേഴ്സണുമായിരുന്നു ആഷ്റിൻ. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് പഞ്ചായത്തിലെ 6ാം വാർഡിലാണ് അശ്വതി ദാസ് മത്സരിക്കുന്നത്. CPM കൊല്ലങ്കോട് ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പരേതനായ ദേവിദാസിന്റെയും പ്രിയകലയുടെയും മകളാണ്. തിരുവനന്തപുരം കേരള ലോ കോളേജ് അക്കാദമിയിലെ SFI യൂണിറ്റ് പ്രസിഡന്റായിരുന്ന അശ്വതി ഇപ്പോൾ പേരൂർക്കട ഏരിയ വൈസ് പ്രസിഡന്റാണ്. പഠന സൗകര്യത്തിനായി ഈ 3 പേരും ഒരേ മുറിയിലാണ് താമസിക്കുന്നത്. സൗഹൃദത്തിന്റെയും രാഷ്ട്രീയാഭിമുഖ്യത്തിന്റെയും ഈ അപൂർവ സംഗമം ക്യാമ്പസിൽ വലിയ ആവേശമാണ് സൃഷ്ടിക്കുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കൊളോഞ്ചൂർ ഡിവിഷൻ LDF സ്ഥാനാർത്ഥി രവീന്ദ്രകുന്നത്തിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിന് തുടക്കം. മുകേരി കവുങ്ങുവള്ളിയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ പട്ടയമില്ലാത്തവന് പട്ടയം കൊടുത്തു, ഭൂമിയില്ലാത്തവന് ഭൂമി, വെളിച്ചമില്ലാത്ത സ്ഥലത്തൊക്കെ തന്നെ വെളിച്ചം എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരണം എന്നതാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ്.
എല്ലാ അർത്ഥത്തിൽ നമുക്കറിയാം. ഓരോ ആളുകളെയും എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ ആരോഗ്യ മേഖലയിലെ പുരോഗതി നമുക്ക് കണ്ടിട്ടുണ്ടാവും. കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി, കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത ഒരു താലൂക്ക് ആശുപത്രിയെ 12 നിലകളുള്ള കെട്ടിടമായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ ജീവനക്കാരൊക്കെ തന്നെ എത്തിച്ചേരുമ്പോൾ 2 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇനി എന്ത് രോഗമുണ്ടായാലും മറ്റ് സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലേക്ക് വരുന്നില്ല. AP ഭാസ്കരൻ മാസ്റ്റർ അധ്യക്ഷനായി. TP അനന്തൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. മോഹനൻ ചെറുവാഞ്ചേരി സ്ഥാനാർത്ഥി രവീന്ദ്രൻ കുന്നോത്ത്, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൂരാറ ഡിവിഷൻ സ്ഥാനാർത്ഥി N പ്രസീത, മൊകേരി പഞ്ചായത്ത് സ്ഥാനാർത്ഥി TTK പുഷ്പ, നേതാക്കളായ KP ശിവപ്രസാദ്, N സരോജിനി, P വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥികളും LDF നേതാക്കളും പ്രസംഗിച്ചു. ഈ മൊകേരി പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ ഗ്രാമത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പുതിയ കാഴ്ചപ്പാടുകളുമായി മുന്നോട്ട് പോയ ഒരു പഞ്ചായത്ത് ഭരണസമിതി തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി ഈ പഞ്ചായത്തിലെ ജനങ്ങളുമായി വീണ്ടും സംവദിക്കുകയാണ്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി.
500 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവാധ്യാപകരുടെ കൂട്ടായ്മയായ ലെജൻഡ് ഓഫ് തിരുവങ്ങാടിൻ്റെ അംഗങ്ങളുടെ സർഗസൃഷ്ടികളുടെ പ്രദർശനം ആരംഭിച്ചു. തിരുവങ്ങാട്ടെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം നടക്കുന്നത്. ചലച്ചിത്ര സംവിധായകൻ പ്രദീപ് ചോക്ലി ഉദ്ഘാടനം ചെയ്തു. കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഡിസംബർ 1 വരെയാണ് സർഗസൃഷ്ടികളുടെ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ചലച്ചിത്ര സംവിധായകൻ പ്രദീപ് ചോക്ലി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ മാക്സിമം ജീവിതം ഒന്നേ ഉള്ളൂ, എൻജോയ് ചെയ്യുന്നതാണ്. നന്നായി സിനിമക്ക് പോവുക, നന്നായി സിനിമ വായിക്കുക. സിനിമ ഇഷ്ടംപോലെ സിനിമകളുണ്ടാവും. ആഴ്ചക്കൊരു സിനിമ എന്തായാലും മിനിമം കാണുക. അതിപ്പം നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഷോ നിരക്കുള്ള, ഫസ്റ്റ് ഷോ നിരക്കുള്ള. ഇപ്പോഴത്തെ കാലത്ത് റിലീസ് ചെയ്യുന്ന സിനിമകളൊക്കെ പുലച്ചക്ക് 6 മണിക്കാണ് തുടങ്ങുന്നത്. രാത്രി 12 മണിക്ക് ഷോ ഉണ്ട്. യാത്രകൾ സംഘടിപ്പിക്കുക, നന്നായി വായിക്കുക. കുട്ടികൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കി കൊടുക്കുക. ബാക്കി നമ്മൾ ആലോചിക്കുകയേ വേണ്ട, വെച്ചിട്ട് കാര്യമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാലം ഒരുപാട് മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് നമ്മൾ അധ്യാപകരെ നമുക്കൊക്കെ കുട്ടികളുടെ ഇടയിൽ നിന്ന് വളർന്നുകൊണ്ടുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു വിഷമവും ഉണ്ടാവും. നമ്മളൊക്കെ കുട്ടികളുടെ മനസ്സ് നമുക്കറിയാം. കുട്ടികളുടെ ഇടപെടുന്നുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് ശീലങ്ങൾ നമുക്കുണ്ടാവും. അതൊക്കെ മാറ്റി മറിച്ചുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. കാരണം വീട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥ ഉണ്ടാക്കുക. പല വീടുകളും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൂട്ടിക്കിടക്കുന്ന സ്ഥലം കേരളത്തിലാണ്, വീടുകൾ പൂട്ടിക്കിടക്കുന്നത്. അപ്പോൾ ഈ ക്രിയാത്മകമായ പ്രവർത്തനത്തോടു കൂടി തന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ടൂറുകൾ, അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് ടൂർ പാക്കേജ് ഉണ്ട്. ഈ ഗ്രൂപ്പിന് തന്നെ നല്ല ടൂർ സംഘടിപ്പിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്ത് ജീവിതം വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാനുള്ളതാണ്. പി കെ രാജീവൻ അധ്യക്ഷനായി. കെ തിലകൻ സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പാൾ EM സത്യൻ മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപിക TT രജനി, M വത്സൻ, KK നാരായണൻ, AK അബ്ദുൽ ലത്തീഫ്, സുരേന്ദ്രബാബു, പ്രേമൻ പുന്യം തുടങ്ങിയവർ പ്രസംഗിച്ചു. ചിത്രകാരന്മാരായ മധു മടപ്പള്ളി, പ്രേമൻ പുന്യം, ശ്രീധരൻ കൂരാറ, ശശിധരൻ മനേക്കര, യൂസഫ് ഒളവിലം, പ്രീത ടീച്ചർ എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കരകൗശല വസ്തുക്കളും ഫോട്ടോകളും പ്രദർശനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വിവിധ കാലയളവിലായി തിരുവങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സ്ഥലം മാറിപ്പോയതും വിരമിച്ചവരുമായ 75ഓളം അധ്യാപകരാണ് ലെജൻഡ് ഓഫ് തിരുവങ്ങാടിൻ്റെ ഭാഗമായി പ്രദർശനത്തിൽ പങ്കാളികളായത്. DO, DDE, AEO, HM തുടങ്ങിയ പദവികൾ വഹിച്ച അധ്യാപകരും കൂട്ടായ്മയിലുണ്ട്. സ്കൂൾ പൂർവാധ്യാപകനും ചിത്രകാരനുമായിരുന്ന പരേതനായ മധു മടപ്പള്ളിയുടെ 10 ചിത്രങ്ങളും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കല്ലിക്കണ്ടി NIM കോളേജിലൊരുക്കിയ ഡിജിറ്റലൈസേഷൻ ക്യാമ്പിൽ KP മോഹനൻ MLA സന്ദർശനം നടത്തി. 3-ാം ദിവസം നടന്ന ക്യാമ്പിലും 150 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. കല്ലിക്കണ്ടി NIM കോളേജിൽ 3-ാം ദിവസവും SIR ഡിജിറ്റലൈസേഷൻ മെഗാ ക്യാമ്പ് നടന്നു. 150ഓളം വിദ്യാർത്ഥികൾ പങ്കാളികളായി. വിവരമറിഞ്ഞ് KP മോഹനൻ MLA വിദ്യാർത്ഥികളെ കോളേജിൽ എത്തി അഭിനന്ദിച്ചു. 26-ന് ആരംഭിച്ച ക്യാമ്പ് വെള്ളിയാഴ്ച സമാപിച്ചു. കൂത്തുപറമ്പ് മണ്ഡലത്തിലെ BLOമാരെ സഹായിക്കാനാണ് മെഗാ ക്യാമ്പ് ഒരുക്കിയത്. 10 വിദ്യാർത്ഥികളെ സഹായിക്കാൻ തരണമെന്നാണ് സബ് കളക്ടർ ആവശ്യപ്പെട്ടത്. 30 BLOമാർ കോളേജിലെത്തി. അവരുടെ നിസ്സഹായാവസ്ഥ കണ്ടപ്പോൾ പ്രിൻസിപ്പൽ പ്രത്യേകം താൽപ്പര്യമെടുത്ത് ആദ്യ ദിനം 120 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് SIR ഫോം അപ്ലോഡ് ചെയ്യുകയായിരുന്നു. ഇത്രയും അധികം പേരെ പങ്കെടുപ്പിച്ച് ക്യാമ്പ് നടത്തിയതറിഞ്ഞ് സബ് കളക്ടർ നേരിട്ട് കോളേജിൽ എത്തി വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. തുടർന്ന് 2 ദിവസം കൂടി സഹായം ആവശ്യപ്പെടുകയായിരുന്നു. കോളേജ് മാനേജ്മെന്റും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ക്യാമ്പ് 2 ദിവസം കൂടി നീട്ടിയത്. 2-ാം ദിവസം
75 പേരും മൂന്നാം ദിവസം 150ഓളം പേരും ഡിജിറ്റലൈസേഷൻ ക്യാമ്പിൽ പങ്കെടുത്തു. MEF ജനറൽ സെക്രട്ടറി PPA ഹമീദ് വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. സെക്രട്ടറി സമീർ പറമ്പത്ത് ക്യാമ്പിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകി. കോളേജ് ഇലക്ട്രൽ ലിറ്ററസി ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളും NCC കാഡറ്റുകളും ഡിജിറ്റലൈസേഷൻ ക്യാമ്പിൽ പങ്കെടുത്തു. ജനാധിപത്യ പ്രക്രിയയോടുള്ള ഉത്തരവാദിത്ത ബോധം വിദ്യാർത്ഥികളിലുണ്ടാക്കാൻ ഈ 3 ദിവസത്തെ ക്യാമ്പ് ഗുണം ചെയ്തുവെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ക്യാപ്റ്റൻ AP ഷമീർ പറഞ്ഞു. പുനലൂരിലെ ഡോക്ടർ PR ചിപ്പിക്ക് 2025 ഡോക്ടർ APJ അബ്ദുൽ കലാം വിശിഷ്ട പുരസ്കാരം. കോയമ്പത്തൂർ RVS ആയുർവേദ മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസറും HODയുമാണ് ഡോക്ടർ PR ചിപ്പി. ആയുർവേദ വനിതാ മെഡിക്കൽ രംഗത്ത് പ്രമുഖ വിദഗ്ധയായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ചിപ്പി PRക്ക് 2025 ഡോക്ടർ APJ അബ്ദുൽ കലാം വിശിഷ്ട പുരസ്കാരം. വനിതകളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനായി പുതിയ ആശയങ്ങളും നവീന ചികിത്സാരീതികളും അവതരിപ്പിച്ച് മേഖലയിൽ ഗണ്യമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചതിനാണ് ഈ ബഹുമതി. കോയമ്പത്തൂർ RVS ആയുർവേദ മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസറും HODയുമായി പ്രവർത്തിക്കുകയാണ് ഡോക്ടർ ചിപ്പി. ഡോക്ടർ APJ അബ്ദുൽ കലാം വിശിഷ്ട പുരസ്കാരം 2025 എനിക്ക് നൽകി ആദരിച്ച എല്ലാ സംഘാടകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ അംഗീകാരം എൻ്റെ ഉത്തരവാദിത്വത്തിനും സേവന മനോഭാവത്തിനും കൂടുതൽ ശക്തി പകർന്നു. ആയുർവേദ ശാസ്ത്രവുമായി സമന്വയിപ്പിച്ച് സ്ത്രീ ആരോഗ്യ പ്രവർത്തനങ്ങളുമായി ഇനിയും മുന്നോട്ട് പോകുവാൻ ഈ ഒരു ഉപഹാരം എനിക്കൊരു പ്രചോദനമാകുമെന്ന് വിദ്യാഭ്യാസ രംഗത്തും ശ്രദ്ധേയമായ നേതൃത്വമാണ് ഡോക്ടർ ചിപ്പി നൽകി വരുന്നത്. ഗവേഷണ പ്രവർത്തനങ്ങൾ, വനിതാരോഗ്യ പരിചരണത്തിൽ പ്രായോഗികമായ സമീപനങ്ങൾ എന്നിവയും അവരുടെ സംഭാവനകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. സ്ത്രീകളുടെ ആരോഗ്യരംഗത്ത് പുതുമയും ശാസ്ത്രീയ മുന്നേറ്റങ്ങളും കൊണ്ടുവരുന്നതിൽ ഡോക്ടർ ചിപ്പിയുടെ ഇടപെടലുകൾ വ്യാപകമായി പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. ആയുർവേദ വനിതാ ആരോഗ്യ പരിപാലനത്തിന് പുതിയ ദിശയും കൂടുതൽ പ്രായോഗികതയും നിർദ്ദേശിക്കുന്നതിലും ഡോക്ടർ ചിപ്പി ഏറെ മുന്നേറിക്കഴിഞ്ഞു. പാനൂർ ഗുരുസന്നിധി വാർഷിക മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ സ്വാമിനി ശബരി ചിന്മയി മാതാജി പ്രഭാഷണം നടത്തി. നിരവധി ആളുകൾ പങ്കാളികളായി. പാനൂർ ഗുരുസന്നിധി വാർഷിക മഹോത്സവത്തിൻ്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം നടത്തി. സ്വാമിനി ശബരി ചിന്മയി മാതാജി സാംസ്കാരിക പ്രഭാഷണം നടത്തി. ചെയ്ത് നടന്നു നീങ്ങുക. ടാഗോർ മാത്രമല്ല, ഗാന്ധിയും വരുമ്പോൾ ഗാന്ധിയുടെ ഉള്ളിൽ വർണ്ണവർഗ വിവേചനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗാന്ധി മാവിലേക്ക്, നാരായണഗുരു മാവിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ തെറ്റിനെ തിരുത്തുന്നത്. നിങ്ങൾ ഇവിടെ നോക്കൂ, ഒരു ചെടിയെ തന്നെ എടുത്താൽ, ഒരു ചെടിയിലുള്ള പൂക്കളെ തന്നെ എടുത്താൽ ഒന്ന് വേറൊന്നിൽ നിന്ന് വേറെയാണ്. നമ്മൾ എടുത്തു നോക്കൂ, മനുഷ്യവർഗത്തെ എടുത്തു നോക്കൂ, നമ്മുടെ വാസനയും രുചിയും ഇഷ്ടവും അഭിലാഷങ്ങളും വസ്ത്രധാരണങ്ങളെല്ലാം ഒന്ന് വേറൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് വ്യത്യസ്തതയിൽ ഭൗതിക തലത്തിൽ സമത്വം സാധ്യമല്ല. പിന്നെ എന്താണ് ഭൗതിക തലത്തിൽ നമുക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നത്? ഈ ഒരു വീക്ഷണം നമ്മുടെ ഉള്ളിൽ രൂഢമൂലമാകുമ്പോൾ സർവഭൂതവും ആത്മാവിൽ, ആത്മാവിനെയും അങ്ങനെ. എൻ്റെ ശരീരത്തിലിരുന്ന് വർത്തിക്കുന്ന അതേ സത്യം തന്നെയാണ് നിന്നെ ജീവിപ്പിക്കുന്ന പൊരുളെന്നും, ഈ മൺതരിയിലിരിക്കുന്ന ജീവശക്തിയെന്നും, ഈ സസ്യത്തിലിരിക്കുന്ന, ഈ ഇഴജന്തുവിലിരിക്കുന്ന ഓരോ പ്രാണിയിലും കുടികൊള്ളുന്ന സത്ത ഞാൻ തന്നെയാണെന്ന് അറിയുന്നിടത്താണ് സമത്വം നമുക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നത്. SNDP യോഗം യൂണിയൻ പ്രസിഡന്റ് VK ജനാർദ്ദനൻ അധ്യക്ഷനായി. ഗുരുസന്നിധി ഡയറക്ടർമാരായ AP ചന്ദ്രൻ, NT മനോജ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് M പ്രശാന്ത് കുമാർ, സയന്റിഫിക് ഓഫീസർ PSC പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ EK വൈദേഹി എന്നിവരെ ചടങ്ങിൽ K രഘുത്തമൻ ആദരിച്ചു. വെള്ളിയാഴ്ച രാവിലെ മുതൽ സർവേശ്വര പൂജയും ശ്രീനാരായണ വിജ്ഞാന സദസ്സും നടന്നു. ധർമ്മവ്രത സ്വാമികൾ പ്രഭാഷണം നടത്തി. ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും ഒരുക്കിയിരുന്നു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands.
Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. BSS ദേശീയ അവാർഡ് ജേതാവ് പ്രശസ്ത നർത്തകി ഷീജ ശിവദാസിനെ കവിയൂരിൽ ആദരിച്ചു. കവിയൂർ ശ്രീനാരായണ മഠത്തിന്റെ നേതൃത്വത്തിലാണ് ആദരം പരിപാടി ഒരുക്കിയത്. M. ഹരീന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. BSS ദേശീയ അവാർഡ് ജേതാവ് പ്രശസ്ത നർത്തകി ഷീജ ശിവദാസിനെ കവിയൂർ ശ്രീനാരായണ മഠം ആദരിച്ചു. M. ഹരീന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഒരു യഥാർത്ഥ കലാകാരന്റെ മഹത്വം എന്താണ് എന്ന് ഗുരുക്കന്മാർ പഠിപ്പിച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഷീജ ടീച്ചറിൽ സ്ഥായിയായി ഞാൻ കാണുന്ന നവരസങ്ങളെക്കാൾ ഞാൻ കാണുന്ന സ്ഥായിയായ ഒരു ഭാവം ഈ മഹത്വങ്ങൾക്ക് അവകാശപ്പെട്ട വിനയമാണ്. ഇതൊരു ഭംഗി വാക്കല്ല. തീർച്ചയായിട്ടും അത്തരം ആളുകൾക്ക് സൗഭാഗ്യം വന്നുകൊണ്ടേയിരിക്കും. വേണമെങ്കിൽ വികാസമൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ സിംഗപ്പൂരൊക്കെ പോകാൻ പറ്റുന്ന ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഈ നാട്ടിലെ കുരുന്നുകളെ വിദ്യ അഭ്യസിപ്പിച്ച് അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് ഇപ്പോഴൊരു ദേശീയമായ അംഗീകാരത്തിന് ഉടമയായിരിക്കുന്നു. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. കൂടുതൽ അംഗീകാരങ്ങൾ അവരെ തേടി വരും എന്ന് തന്നെ ഞാൻ ഓർപ്പിക്കുന്നു. മാത്രമല്ല, ഈ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ളൊരു മഠത്തിന്റെ പശ്ചാത്തലത്തിൽ, കാരണം ഈ മഠത്തിന്റെ പ്രവൃത്തിയുമായിട്ട് എനിക്ക് ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുന്നു. ശ്രീനാരായണ ഗുരു എന്താണോ പറഞ്ഞത്, ആഗ്രഹിച്ചത്, അതിനെതിരായിട്ടാണ് പലയിടത്തും പലതും നടക്കുന്നതെങ്കിലും ഇവിടെ ഈ വിദ്യാദാന പാരമ്പര്യം ഉണ്ടല്ലോ. ശ്രീനാരായണ ഗുരു അമ്പലങ്ങൾ സൃഷ്ടിച്ചു. എല്ലാ അമ്പലവുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളെ പൊളിച്ചു കളഞ്ഞിട്ട് അമ്പലം സൃഷ്ടിച്ചു, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. ഒരു ഘട്ടമെത്തിയപ്പോ ഈ അമ്പലം വേണ്ട എന്ന് പറഞ്ഞു. അഡ്വക്കേറ്റ് PK രവീന്ദ്രൻ അധ്യക്ഷനായി. ചാലക്കര പുരുഷു സംസാരിച്ചു. ഷീജ ശിവദാസ് മറുപടി പ്രഭാഷണം നടത്തി. ലിസ ദീപക് സ്വാഗതവും നിമ ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു. KP അദീബ് ഗാനങ്ങൾ ആലപിച്ചു. നൃത്ത പരിപാടികളും അരങ്ങേറി. ചെറുവാഞ്ചേരി പൂവത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിവിധ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനവും സാംസ്കാരിക കൂട്ടായ്മയും നടന്നു. നിരവധി വിശ്വാസികൾ പങ്കാളികളായി. ചെറുവാഞ്ചേരി പൂവത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചുറ്റുമതിൽ, ഗ്രന്ഥാലയം, ഔഷധോദ്യാനം, ഭജനമണ്ഡപം നിർമ്മാണങ്ങളുടെ തറക്കല്ലിടലും പ്രവൃത്തിയുദ്ഘാടനവും നടന്നു. ചിന്മയ മിഷൻ സ്വാമി തത്വാനന്ദ സരസ്വതി പ്രവൃത്തിയുദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഓം ശ്രീ നമ. ഓം പരശിവ വിശ്വകർമ്മണേ നമ. സാംസ്കാരിക കൂട്ടായ്മയും തുടർന്ന് നടന്നു. ശിവഗിരി മഠത്തിലെ സ്വാമി പ്രേമാനന്ദ ഉദ്ഘാടനം ചെയ്തു. ആഗോള പ്രസ്ഥാനമായ
ചിന്മയ മിഷൻ്റെ സാരഥി ശ്രീമദ് തത്വാനന്ദ സരസ്വതി സ്വാമിജി അവർ, സ്വാഗതം ആശംസിച്ച ശ്രീ മനോജ് ജി അവർ, ഇതിൻ്റെ കോൺട്രാക്ടർ ശ്രീ രതീഷ് ജി അവർ, ശാന്തികൾ, മറ്റ് ശാന്തിമാർ, മാതൃസമിതിയുടെയും വിവിധ ക്ഷേത്രങ്ങളുടെയും വിവിധ പ്രസ്ഥാനങ്ങളുടെയും ക്ഷേത്ര കമ്മിറ്റി ചെയർമാൻ സന്തോഷ് ഇല്ലോളിൽ അധ്യക്ഷനായി. ആധ്യാത്മിക പുസ്തകങ്ങൾ പുതിയ തലമുറയെ പരിചയപ്പെടുത്തുന്നതിന് KP ദാമോദരൻ മാസ്റ്റർ സ്മാരക ശ്രീനാരായണീയ റഫറൽ ലൈബ്രറിയാണ് സ്ഥാപിക്കുന്നത്. ശ്രീനാരായണീയ ദർശനങ്ങളിൽ ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഔഷധ സസ്യങ്ങൾ കാണാനും കാര്യങ്ങൾ പഠിക്കാനും അവസരമൊരുക്കും. കലാപരിപാടികളുടെ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് ആധുനിക സൗകര്യങ്ങളുള്ള സ്റ്റേജും ഭജനമണ്ഡപവും ഉൾപ്പെടെ സജ്ജമാക്കും. 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. ആരാധനയ്ക്കും വായനയ്ക്കും വിശ്രമത്തിനും മികച്ച ഇടം തീർക്കുകയാണ് പ്രൊജക്ടിൻ്റെ ലക്ഷ്യമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് P. മനോജ് കുമാർ, ചോയൻ ബാലകൃഷ്ണൻ, KK കുമാരൻ, ബാബു കുറുങ്ങാട്ട്, ജയൻ ചെട്ടിയാൻ, K. ലോഹിതാക്ഷൻ, T. ദാമോദരൻ, ഹൈമജ കോട്ടായി, CB അരവിന്ദ്, ശ്രീധരൻ വൈദ്യർ, K. കൃഷ്ണൻ, T. രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. മാതൃസമിതി ഭാരവാഹികളായ MP രസിത, KK ശൈലജ, VK ചന്ദ്രി, V. രചന തുടങ്ങിയവരും പങ്കെടുത്തു. ദന്ത പരിരക്ഷാ രംഗത്ത് 1.5 വർഷത്തിലധികമായി തലശ്ശേരിയിൽ പ്രവർത്തിച്ചു വരുന്ന പോപ്പി ഡെന്റ് ഉപഭോക്താക്കളുടെ അഭ്യർത്ഥന പ്രകാരം ഗ്രൗണ്ട് ഫ്ലോർ കൂടി ഉൾപ്പെടുത്തി വിപുലീകരിച്ചു. ഇതിൻ്റെ ഉദ്ഘാടനം മാഹി മുൻ MLA പ്രൊഫസർ ഡോക്ടർ V. രാമചന്ദ്ര മാസ്റ്റർ നിർവഹിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി. പോപ്പി ദന്താശുപത്രി അതിൻ്റെ പ്രവർത്തനം കുറേ കൂടി വിപുലീകരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് താഴത്തെ നിലയിൽ കൂടുതൽ സൗകര്യങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു. അതിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തിയോട് കൂടിയിട്ട് ദന്താശുപത്രിക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അതുപോലെ എല്ലാ തരത്തിലുള്ള ചികിത്സകളും ഇന്നിവിടെ ലഭ്യമാണ്. ഈ മംഗളമുഹൂർത്തത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികൾ, പ്രത്യേകിച്ച് നമ്മുടെ പ്രഗത്ഭരായ ഡോക്ടേഴ്സുണ്ട്, മറ്റ് സുഹൃത്തുക്കളുണ്ട്. അവരെയൊക്കെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ജോസ്ന ആനന്ദിൻ്റെയും റൂട്ട് കനാൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ശ്രീനാഥിൻ്റെയും നേതൃത്വത്തിൽ 1.5 വർഷത്തിലധികമായി തലശ്ശേരി ജൂബിലി റോഡിൽ ദന്തപരിചരണ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന പോപ്പി ഡെന്റ് ഗ്രൗണ്ട് ഫ്ലോർ കൂടി ഉൾപ്പെടുത്തിയാണ് നവീകരിച്ചത്. 10-ലധികം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്, ഡെന്റൽ ഇംപ്ലാന്റ്, ഇംപാക്ഷൻ ആൻഡ് മൈനർ സർജറി, പീഡിയാട്രിക് ഡെന്റിസ്ട്രി, ഫിക്സഡ് ആൻഡ് റിമൂവബിൾ ഡെൻചർ, മോണോയിഡ് ട്രീറ്റ്മെൻറ്റ്, ഫിക്സഡ് ഓർത്തോഡെന്റിക് ട്രീറ്റ്മെൻറ്റ്, ക്രൗൺ ആൻഡ് ബ്രിഡ്ജസ്, വെനീസ് ആൻഡ് ടൂത്ത് വൈറ്റ്നസ്, ക്ലിയർ അലിഗർ, ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക്സ് തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഉദ്ഘാടന ചടങ്ങിൽ തലശ്ശേരി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ
അനിൽ വിലങ്ങിലിനെ ആദരിച്ചു. തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ കുഴഞ്ഞുവീണ അപസ്മാര രോഗിയായ യുവാവിനെ സമയോചിതമായ ഇടപെടലിലൂടെ രക്ഷപ്പെടുത്തിയതിനാണ് ആദരവ് ഒരുക്കിയത്. ഡോക്ടർമാരായ പി കെ രത്നാകരൻ, അശോക് കുമാർ, ജിബിൻ ജോസ്, ഡെന്നി ജോൺ, ഡോക്ടർ ഷജീറ ബീഗം PA, അരുൺ ഡൊമിനിക്, ഇ സജീവൻ, റിട്ടയർഡ് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ പി കെ സുരേഷ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡിവൈഎഫ്ഐ. സമാനമായ രീതിയിൽ നിരവധി പെൺകുട്ടികളെ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. ഏത് പാതാളത്തിലൊഴിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കേരള പോലീസ് ഉടൻ പിടികൂടുമെന്നും വി കെ സനോജ്. തലശ്ശേരി മാഹി ബൈപ്പാസ് വഴിയിൽ പാറാൽ അണ്ടർപാസിനടുത്ത് സർവീസ് റോഡിൽ കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി. പോലീസും ആരോഗ്യ വിഭാഗവും അന്വേഷണം തുടങ്ങി. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ച് ആചാരലംഘനം നടത്തിയ പിണറായി സർക്കാർ അയ്യപ്പന്റെ സ്വർണം കൊള്ള ചെയ്ത് വിശ്വാസികളുടെ വിശ്വാസം വ്രണപ്പെടുത്തിയെന്ന് KPCC വൈസ് പ്രസിഡന്റ് രമ്യ ഹരിദാസ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കെതിരെയുള്ള ജനവികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും രമ്യ ഹരിദാസ്. തലശ്ശേരി തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവാധ്യാപകരുടെ കൂട്ടായ്മ ലെജൻഡ് ഓഫ് തിരുവങ്ങാടിന്റെ നേതൃത്വത്തിൽ ചിത്രശില്പ പ്രദർശനം ആരംഭിച്ചു. തിരുവങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചലച്ചിത്ര സംവിധായകൻ പ്രദീപ് ചോക്ലി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.